ഹലോ കൂട്ടുകാരെ, ഞാൻ ഓമന. ഓമന വ്ളോഗിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കൃഷി വീഡിയോ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെ 9 മണി കഴിഞ്ഞു, 9:30 ആയിട്ടുണ്ട്. ഞാൻ ഒരു മീൻകറി വയ്ക്കുന്ന റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീൻകറി വയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കാണിച്ചു തരാം. മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ അരച്ചത്, പുളി, വെളിച്ചെണ്ണ, വെള്ളം, ഉലുവ. ഇത്രയും ആണ് മീൻകറി വയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഞാൻ ചട്ടി ചൂടാകാനായിട്ട് അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണ് മീൻകറി വയ്ക്കുന്നത്. ഇതൊരു തേങ്ങ അരച്ച മീൻകറിയാണ്. മീൻകറി എന്ന് പറയുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. കുറച്ച് എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ചൂടാകട്ടെ. അപ്പോൾ നമുക്ക് എണ്ണ ചൂടായി ആകുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് പൊട്ടിക്കാം. ഉലുവയാണ് ചൂടായ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നത്. അതപ്പോൾ ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ചൊരു 1/4 ടീസ്പൂൺ ഉലുവ മതി. ഇത്രയും ഉലുവ മതി. ഞാൻ ഉലുവ ഒന്ന് പൊട്ടട്ടെ. ശകലം തീ കൂട്ടി വയ്ക്കാം. ചട്ടി ചൂടായെങ്കിലും എണ്ണ ചൂടായില്ല. ഉലുവ പൊട്ടാൻ കുറച്ച് വിഷമം പോലെ. ഉലുവ ചൂടായി വരുന്നുണ്ട്. ഉലുവ അങ്ങ് കരിഞ്ഞു പോകണ്ട, ഒരു ചുമപ്പ് കളറ് വന്നാൽ മതി. ഉലുവ ആയിട്ടുണ്ട്. ഇതാ പൊട്ടിത്തുടങ്ങി. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ എൻ്റെ സ്പെഷ്യൽ കാന്താരി മുളകില്ലേ, അതിൽ കുറച്ച് കുറച്ചെന്ന് വെച്ചാൽ ഒരു 5-6 കാന്താരി മുളകും കൂടി ചതച്ചാണ്. ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കാന്താരി മുളക് ചതച്ചത്. ഇപ്പോൾ കാന്താരി മുളക് കിട്ടിയതുകൊണ്ട് ഇങ്ങനെ മീൻകറിയിലും അവിയലിലും തോരത്തിനും ഒക്കെ ഇങ്ങനെ കുറച്ച് ചേർക്കാൻ എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഒരു ടേസ്റ്റും മണമൊക്കെ ശകലം കൂടുതലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇത് ഇളക്കി കൊടുക്കുന്നു. കരിഞ്ഞു പോകരുത്, ഒന്ന് വഴണ്ട് വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. തീ കൂട്ടി വെച്ചാൽ ഗ്യാസിലല്ലേ, തീ കൂട്ടി വെച്ചാൽ വേഗം കരിഞ്ഞു പോയാലോ. അപ്പോൾ ഈ വെളുത്തുള്ളിയുടേതും ഉള്ളിയുടേതും ഇഞ്ചിയൊക്കെ ആയിട്ട് ചേർന്നിട്ടൊരു നല്ലൊരു മണം വരുന്നുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ മീൻകറി വയ്ക്കുന്നത്, ഇങ്ങനെ സ്മെല്ല്. അപ്പോൾ മീൻകറിക്കൊക്കെ നല്ല സ്മെല്ലുണ്ടാവും, നല്ല രുചിയും കൂടും. ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഒരു 4 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ്, 4 പച്ചമുളക് ഇട്ട് കൊടുക്കും. 4 പച്ചമുളക് ഇട്ട് കൊടുത്തു. അതും കൂടി ഒന്ന് വാടി വരട്ടെ. തീ ശകലം കൂടി ഒന്ന് കൂടുതൽ വെച്ച് കൊടുക്കാം ഫ്ലെയിം. അപ്പോൾ ഇനി മുളക് പൊടിയെല്ലാം നമുക്ക് ചേർക്കുമ്പോഴത്തേക്കും
പച്ചമുളക് ഒന്ന് വാടിയിട്ടുണ്ടാവും, വാടി വരും, അതിനുള്ള ടൈമായി. അപ്പോൾ ഏകദേശം പച്ചമുളക് ചെറുതായി വാടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് സാദാ മുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി. കാശ്മീരി മുളക് പൊടി ഒരു 2 സ്പൂൺ തികച്ചുണ്ടാവില്ല. ഇത് ഒരു സ്പൂൺ കുറച്ചും കൂടി ഉള്ളൂ സാദാ മുളക് പൊടി. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ കഷ്ടി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം, എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയാണെന്ന് സൂക്ഷിക്കേണ്ടത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോവരുത്. അപ്പോൾ ഫ്ലെയിം ഇച്ചിരി കുറച്ച് വെച്ച് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ വാങ്ങിച്ച മുളക് പൊടിയല്ല കേട്ടോ. അല്ല, വാങ്ങിച്ച മുളക് പൊടിയാണ്. സാധാരണ ഇവിടെ മുളക് പൊടിച്ചാണ് എടുക്കാറുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം തീർന്നു പോയി, മഴയൊക്കെ ആയപ്പം. എന്ന് വെച്ചാൽ 2-3 മാസത്തേക്കൊക്കെ പൊടിച്ച് വച്ചിരിക്കും, അത് കാണുമായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് ആ മുളക് പൊടി കഷ്ടി തീർന്നത് കൊണ്ട് പിന്നെ മഴയായി പോയല്ലോ. അതുകൊണ്ട് മുളക് പൊടിക്കാൻ നോക്കിയില്ല. ഇനിയിപ്പം നല്ല വെയിൽ കണ്ടേ. മുളക് പൊടി എനിക്ക് മുളക് വാങ്ങി കഴുകി ഉണക്കി പൊടിച്ച മുളകും മല്ലിയൊക്കെ പൊടിച്ച് വയ്ക്കണം. അതാണ് നല്ലത്, അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. മുളക് പൊടിയെല്ലാം ഒത്തിരി മായമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയാണ് ഉപയോഗിക്കാറുള്ളത്. ഇപ്പം ഇല്ലാത്തത് കൊണ്ടാണ് വാങ്ങിച്ച മുളക് പൊടി എടുത്തത്. മുളക് മൂത്ത ഒരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടിൽ കിടന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് സെറ്റാവട്ടെ. ഇനി നമുക്ക് കറിവേപ്പില 2 തണ്ട് കറിവേപ്പിലയിലേക്ക് ഇടാം. കറിവേപ്പില ഇട്ടു. കറിവേപ്പിലയിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി. അപ്പോൾ നല്ല മുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചട്ടിയുടെ ചൂട് കൊണ്ട്, മൺചട്ടി നല്ല കനമുള്ള ചട്ടിയാണ്, ചൂട് നിൽക്കുന്ന ചട്ടിയാണ്. അതുകൊണ്ട് വേഗം ചൂട് അങ്ങനെ നിൽക്കും. എന്നിട്ട് ഞാൻ തീ കുറച്ചാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് കൊടംപുളി ഇത്രയേ ഞാൻ ഇടുന്നുള്ളൂ. ഇത് അയലക്കറിയാണ് വയ്ക്കുന്നത്, അയല മീനാണ് കറി വയ്ക്കുന്നത്. അതുകൊണ്ട് കൊടംപുളി ഇത്ര ഇടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ എനിക്ക് മീൻ കറി വെച്ച് കഴിഞ്ഞാൽ കറിക്കൊക്കെ കുറച്ച് പുളി, ഇവിടെ എല്ലാവർക്കും കുറച്ച് പുളി, മീൻ ഇച്ചിരി പുളി ഏറി വരണം. തീരെ കുറഞ്ഞു പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി പുളി, വാളംപുളിയും കൂടെ, പിഴിപുളി, വാളംപുളി അങ്ങനെയൊക്കെ പറയുമല്ലോ. ഞങ്ങൾ വാളംപുളി എന്ന് പറയും, ചിലവരൊക്കെ പിഴിപുളി എന്ന് പറയും. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാവുള്ളൂ. ഒഴിച്ച് കുറച്ച് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒഴിക്കാം, കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ അരപ്പൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അരച്ച മീൻ കറിയാണ് വയ്ക്കുന്നതെന്ന്.
അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, തിളയ്ക്കാൻ തുടങ്ങി വന്നിട്ടുണ്ട്. നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ, എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ മീൻ? അയല മീനാണ്. കണ്ടോ, വെട്ടി കഴുകി ഉപ്പിട്ടൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ മീനിൻ്റെ മുട്ടകളാണ്. എല്ലാ മീനിനും മുട്ടയുണ്ടായിരുന്നു. മുട്ടയൊക്കെ മുറിച്ച് പൊട്ടിപ്പോവാതെയൊക്കെ ഞാൻ അതിനകത്ത് തന്നെ, മീൻ കഷ്ണത്തിനകത്ത് തന്നെ മുട്ട ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ എല്ലാവർക്കും ഒരേ മീൻ കഷ്ണങ്ങളിൽ കൂടെ മുട്ട കിട്ടുമല്ലോ. ഇവിടെ കണ്ടോ. പിന്നെ ഇത് കണ്ടോ അയലത്തലയാണ്. അയലത്തല കാണാവോ? ഇത് അയലത്തല. ഈ തല കളയില്ല, അയലത്തലയും കൂടെ ഇട്ടാണ് കറി വയ്ക്കുന്നത്. ഈ അയലയുടെ തലയെന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. പണ്ടുള്ള ആളുകൾ പറയും അയലത്തല അളിയനും കൊടുക്കില്ല എന്ന് പറയും. അത്രയ്ക്ക് ടേസ്റ്റാണ്. മീൻ കറി വയ്ക്കുന്ന സമയത്ത് വിരുന്നുകാരനായിട്ട് അളിയൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അളിയന് പോലും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. അയലയുടെ തലയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടെന്നാണ് അതിൻ്റെ സാരം. അപ്പോൾ ഈ കറിയെല്ലാം തിളച്ചിട്ടുണ്ട്, അരപ്പ് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഒരേ കഷ്ണങ്ങളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു കാര്യമുണ്ടേ, ഉപ്പിട്ടില്ല, ഉപ്പും കൂടെ ചേർക്കട്ടെ. ഇതാണ് ഉപ്പിൻ്റെ കാര്യം പറയാൻ വിട്ടുപോരുന്നത്. ഇത്രയും ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയും വേണ്ടി വരില്ല, കുറച്ച് നോക്കിയിട്ട് പിന്നെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പൊന്ന് മെൽറ്റാവട്ടെ. ഇട്ടായി. അപ്പം കഷ്ണങ്ങൾ ഉപ്പിടാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ കഷ്ണങ്ങൾ ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ്. തലയും അയലത്തലയും കഷ്ണം അയല മീനാണ്. ഞാൻ 3 മുറിച്ചോളൂ. 3 മുറിക്കാനുള്ള മീനേ ഉള്ളൂ. ഇപ്പം മീനൊക്കെ കുറവാണ്. ഇപ്പം ട്രോളിങ് എന്നുള്ള കാര്യമുള്ളത് കൊണ്ട് ഈ മാസം കൂടി കാണുമെന്ന് തോന്നുന്നു. അയ്യോ കണ്ട. ഇനി തേങ്ങ അരപ്പിടാനുള്ള ഉണ്ട് ഒഴിക്കപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കും. കണ്ട, മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്തു. ഞാൻ കുറച്ച് തേങ്ങ അരച്ചോളൂ. ഒരു 1 പിടി തേങ്ങ, 1 പിടി തേങ്ങയും കുറച്ചും കൂടെ ഉണ്ട്. തേങ്ങ അരച്ചോളൂ. ഇത്രയും മതി തേങ്ങ. മീൻ കറിക്ക് തേങ്ങ ഇത് മതി. അപ്പം കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറേയുടെ ആവശ്യം വരും. മീൻ കറിക്ക് മീനിൽ വെള്ളമുണ്ട് എങ്കിലും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ പുള്ളിപ്പാത്രം കഴുകിയ വെള്ളം കൂടെ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഇത് ഇളക്കുന്നതല്ല, ആ തേങ്ങ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് ആവണം. അതിന് വേണ്ടിയിട്ടൊന്ന് നീക്കിയിടുന്നതാണ്. മീനിങ്ങനെ തവിയിട്ട് ഇളക്കരുതെന്ന് പറയും. ഇളക്കിയ മീൻ കഷ്ണം ഇങ്ങനെ ഉടഞ്ഞു പോകും, പൊട്ടിപ്പോകും. ഇപ്പോൾ കുറച്ച് വെള്ളം കൂടെ ആവശ്യം വരും. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഈ അടുപ്പൊന്ന് ചട്ടി എടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിക്കണത് ഇങ്ങനെയാണ് ചുറ്റിക്കുന്നത്. നല്ല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കാം എന്ന് തോന്നണം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. മീൻ കഷ്ണം ഇത്തിരി പൊങ്ങിയല്ലേ നിൽക്കുന്നത്. ഇത്രയും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇത് മതി.
അപ്പോൾ ചെറുതായി അടച്ച് വയ്ക്കാം. അടച്ച് വയ്ക്കാം. വലിയ ഒത്തിരി വേവൊന്നുമില്ല. 10 മിനിറ്റ് 15 മിനിറ്റ് മീൻ ആയിക്കോളും. ഒരുപാട് മീൻ വേവിക്കേണ്ട കാര്യമില്ല. വേവിച്ചാൽ ഒരുപാട് മീൻ വേവിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു സോഫ്റ്റ്നെസ് പോകുമെന്നാണ് പറയുന്നത്. മീനിൻ്റെ ടേസ്റ്റും കുറയും, സോഫ്റ്റ്നെസ്സും പോകും. ഈ മീൻ ഞങ്ങൾ കടയിൽ നിന്ന് വഴിയിൽ നിന്ന് വാങ്ങിയതാണ്. അമ്മച്ചി വിൽക്കാൻ വെച്ചിരിക്കുന്നത്. സ്ഥിരം അമ്മച്ചിയുടെ അടുത്തുനിന്ന് വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും. ഇവിടെ എന്നും ഞങ്ങൾക്കൊരു മീൻകാരൻ കൊണ്ടുവരുന്നുണ്ട്, ഒരാൾ കൊണ്ടുവരുന്നുണ്ട്. ആ മീനാണ് ഡെയിലി ഒന്നരയുടെ ദിവസം വിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ വാങ്ങി വയ്ക്കും. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അയാളെ മീൻ കുറവായതുകൊണ്ടൊക്കെ വന്നില്ല. അപ്പോൾ ഇന്നലെ മീനില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പുറത്ത് പോയപ്പോഴാണ് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മീൻ വാങ്ങിച്ചു. അപ്പോൾ അമ്മച്ചി ചോദിച്ചു, എന്തേ കുറേ നാളായി കണ്ടിട്ട് എൻ്റെ അടുത്ത് മീൻ വാങ്ങിക്കാൻ വരാത്തതെന്നൊക്കെ ചോദിച്ചു പരിഭവമൊക്കെ പറഞ്ഞു. അങ്ങനെ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇന്നലെ തന്നെ വെട്ടി വൃത്തിയായിട്ട് കഴുകി ഒക്കെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. രാവിലെ എല്ലാം കൂടെ ചെയ്യാൻ ടൈമില്ല. എൻ്റെ മക്കൾക്ക് ജോലിക്ക് പോകണം, എൻ്റെ കുഞ്ഞുമോള് സ്കൂളിൽ വിടണം. അപ്പം ഞാനും എൻ്റെ പ്രിയതമനുമാണ് വീട്ടിൽ. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അങ്ങനെ ഇറങ്ങും. ഇപ്പം ഞാൻ മീൻ വയ്ക്കാനുള്ളതുകൊണ്ടാണ്, ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇത് നല്ല ഈ സമയത്ത് നേരത്തെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പറമ്പിലോട്ട് എന്തെങ്കിലുമൊക്കെ പണി കാണും. അങ്ങനെയൊക്കെ ചെയ്ത് നടക്കും. അപ്പോൾ പിള്ളേർക്ക് ചോറ് കൊണ്ടുപോകണം. ഒരാൾ പോയി, മോൻ പോയി. അവന് മീൻ കറി കൊണ്ടുപോകാൻ പറ്റിയില്ല. മീൻ വറുത്ത് കൊടുത്തു. വേറൊരു മീനും കൂടെ ഉണ്ടായിരുന്നു, ചെറിയ മീൻ. എന്താ അത് ചെറിയ കൊഴിയാള മീൻ, അതും കിട്ടിയായിരുന്നു, അതും വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് വറുത്ത് കൊടുത്തപ്പോൾ തീ ഒന്ന് ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ചുറ്റിച്ച് കൊടുക്കാം. എനിക്ക് ഈ കാശ്മീരി മുളക് പൊടിയുടെ ഒരുപാട് കളർ എനിക്കിഷ്ടമല്ല. മൊട്ട ചുവപ്പായിട്ടിരിക്കുന്നത് എനിക്ക് അത്ര മീൻകറി കാണുമ്പോൾ അത്ര ഒരു ഇഷ്ടം തോന്നാറില്ല. ഇങ്ങനത്തെ ഉള്ളൊരു മീഡിയം കളറാണ് എനിക്കിഷ്ടം. കാണാനും കഴിക്കാനും ഒക്കെ ഇഷ്ടം. എല്ലാവരുടെയും കാര്യം എനിക്കറിയത്തില്ല. ഇവിടെ ആരും ഇങ്ങനെ മീൻകറിക്കൊന്നും അങ്ങനെ കുറ്റം പറയാറില്ല. പിന്നെ എരിവൊക്കെ കുറച്ച് കൂടിപ്പോയാൽ എരിവ് കൂടിയെന്ന് പറയാറുണ്ട്. എല്ലാം അത്യാവശ്യം നല്ലതായിട്ട് ചേർന്നിട്ടുണ്ട്. എരിവുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്. കാന്താരിമുളകുണ്ടല്ല, കാന്താരിമുളക് ചതച്ചിട്ടേൻ്റെ നല്ലൊരു ഫ്ലേവറുണ്ട്, നല്ലൊരു രുചിയും അത്യാവശ്യം എരിവുമുണ്ട്. പിന്നെ ആ സാധാരണ മുളക് പൊടിക്കും അത്യാവശ്യം എരിവുള്ളൂ, ഒരുപാട് എരിവൊന്നുമില്ല. അപ്പോൾ എന്തായാലും അരപ്പിനൊരു നല്ലൊരു സ്വാദ് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നിയത് ആ കാന്താരിമുളക് ചതച്ചിട്ടതിൻ്റെ വെളുത്തുള്ളി, ഇഞ്ചി, ചുമന്ന ഉള്ളി, ചെറിയ ഉള്ളിയൊക്കെ ചേർത്തില്ലേ, അതിൻ്റെ ഒരു നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും നിലനിൽക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ചുകൂടെ ഒന്ന് മീൻകറി വറ്റിക്കോട്ടെ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി വറ്റിച്ചാൽ കുറച്ച് ചാറ് തീരെ വറ്റില്ല, ചട്ടിയല്ലേ, ഇരുന്ന് ചിലപ്പോൾ വറ്റിപ്പോയാലോ. എന്തായാലും ഒരു 5 മിനിറ്റും കൂടെ നോക്കാം.
നിങ്ങളപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണ് എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെയാണോ മീൻകറി വയ്ക്കുന്നത്? ഒന്ന് നിങ്ങളിങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. എന്തെങ്കിലും അപാകതകളോ ഈ മീൻകറിക്ക് എന്തെങ്കിലും പോരായ്മകളോ ഇനി ചേർക്കേണ്ട ഐറ്റംസ് എങ്ങനെയല്ല ഇങ്ങനെയല്ല എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിൽ തോന്നിയെങ്കിൽ കമൻ്റായി രേഖപ്പെടുത്തണം. എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. എന്നെ അങ്ങനെ വേണം സപ്പോർട്ട് ചെയ്യാൻ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് നല്ല രീതിയിൽ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അപ്പോൾ ഈ കറി ഏകദേശം ആയിട്ടുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു ഇരിക്കട്ടെ 2 മിനിറ്റും കൂടി ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് ഞാനിങ്ങനെ ചിന്തിച്ചതെന്ന് ചാറ് നല്ല വറ്റിപ്പോവും. വേണ്ട, ചാറൊക്കെ അത്യാവശ്യം കൊഴുത്ത ചാറുണ്ട്. ആ തേങ്ങ എനിക്ക് അയലമീൻ വയ്ക്കുമ്പോഴേ കുറച്ച് തേങ്ങ അരച്ച് വയ്ക്കുന്ന മീൻകറിയാണ് ഇഷ്ടം. മുളക് ചാറ് വയ്ക്കുന്നതിന് മുളക് മാത്രം മുളക് പൊടി മാത്രം ഇട്ട് വയ്ക്കുന്നത് ഇഷ്ടമാണ്. എങ്കിലും കുറച്ചുകൂടി ഇഷ്ടം ഇങ്ങനെ കുറച്ച് തേങ്ങ അരച്ച് ഒരു മീൻകറി. ഇനി കുറച്ച് ഇതിൻ്റെ കൂടെ കുറച്ച് കപ്പയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കപ്പ പുഴുങ്ങിയതോ ചക്ക പുഴുങ്ങിയതോ ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ചക്ക സീസൺ ആണെങ്കിലും ഞങ്ങൾക്ക് ചക്കയൊന്നുമില്ല. ആരെങ്കിലുമൊക്കെ എവിടെ നിന്നെങ്കിലും തരുമ്പോഴേ ചക്ക പുഴുങ്ങാറുള്ളൂ. പിന്നെ കപ്പ ഇപ്പോഴും നട്ടതല്ലേ ഉള്ളൂ, പറിക്കാറായിട്ടില്ല. എങ്കിലും അവിടെ ഇവിടെ 1-2 മൂടൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയതുണ്ട്, ചോടുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോഴേ എൻ്റെ സംസാരത്തിൽ കുറച്ച് തിരുവനന്തപുരം ഭാഷയൊക്കെ വരും, വാക്കുകളും കൂടി വരും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയംകാരിയാണ്. ഒരു 33-34 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്താണ് താമസം. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ കുറച്ച് വാക്കുകളും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇതെന്താ പല സ്റ്റൈലിലും പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. അത് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഒരു പൊടിക്കയും കൂടെ ഉണ്ടേ. നമുക്ക് എൻ്റെ കറിവേപ്പില ഞാൻ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ്. ഇഷ്ടംപോലെ കറിവേപ്പില വീട്ടിലുണ്ട് കേട്ടോ, വലിയ മരമായിട്ടുണ്ട്. അത് 2 തണ്ടും കൂടി ഇങ്ങനെ വെച്ച് മുകളിൽ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്ത് മീൻകറി വെച്ചാലും നമ്മൾ ലാസ്റ്റ് ഒരു ശകലം വെളിച്ചെണ്ണ ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഉള്ളി മൂപ്പിക്കാനും കടുക് ഉലുവ പൊട്ടിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ശകലം ഇത്ര മതി. ഇത്ര വെളിച്ചെണ്ണയും കൂടെ ഇങ്ങനെ മുകളിലൊന്ന് ചുറ്റിച്ചൊഴിച്ചു. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇവിടെ മീൻകറി ഫിനിഷായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ എല്ലാത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.